Assalamu alaikum everyone. After a very long break, welcome back to Hands Kitchen. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കുറച്ച് നെയ്യപ്പം. അപ്പോൾ അതിനായിട്ട് ഒരു 4 അച്ച് ശർക്കരയിൽ ഒരു 250 ml വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കാൻ വെച്ചു. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ റവയും ഇട്ടു. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4 ഏലയ്ക്ക, കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി നല്ലപോലെ പൊടിച്ചെടുത്തിട്ട്, അത് വേഗം പൊടിയാനാണ് കേട്ടോ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ സിറപ്പ്, ശർക്കരയുടെ സിറപ്പുണ്ടല്ലോ, അത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ടിട്ട്, പിന്നെ അതിന് ശേഷം ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പിടി തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിത് ചുട്ടെടുക്കാം. എണ്ണ ചൂടായെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാവണം, പക്ഷേ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പുറവശം കരിഞ്ഞു പോവും, അകവശം നല്ലപോലെ വേവാതെയും കിട്ടും. ഇപ്പം നല്ലപോലെ നല്ല ഫ്ലെയിമിൽ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഇതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല പുറവശം നല്ല ക്രിസ്പി ആയിട്ടും അകവശം നല്ല വെന്തും ഉള്ള നല്ല നെയ്യപ്പം കിട്ടും. നമ്മൾ ആ ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നെയ്യപ്പം ആയി കഴിയുമ്പം നമ്മൾ നെയ്യപ്പം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കണ്ടില്ലേ, ആര് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ വര പോലെ വന്ന് കിട്ടും. അതുകൊണ്ടാണ് അത് ചൂടോടുകൂടി തന്നെ ഒഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്, വളരെ ഈസി ആക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരും മറക്കണ്ട, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം, വയറും നിറയും മീശയും മെനുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.